നിർണായക ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. റിപ്പോർട്ടറിന് ആ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. ദീപക് ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ആ ബസ്സിനുള്ളിൽ പിന്നിലായി നടക്കുന്ന സംഭവങ്ങളൊന്നും വ്യക്തമല്ല. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നു. അഭിജിത്ത്, ഇത് ബസിന്റെ മുൻഭാഗത്ത് വെച്ചൊരു CCTVയിൽ നിന്നൊരു ദൃശ്യമാണ്. നമുക്കൊന്നും വ്യക്തമായി പറയാനോ ഒന്നും പറ്റാത്തൊരു ദൃശ്യമാണ്. ഒന്നും അങ്ങനെ കാണുന്നില്ല. മാത്രമല്ല, അഭിജിത്ത് നേരത്തെ ആ ബസ്സിലെ ആളുകളോടൊക്കെ, ജീവനക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി ഒന്നും ആരും പറയുകയോ പരാതിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോ ഈ കാണുന്ന ദൃശ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? റോഷ്നി, ഒരു കാര്യത്തിൽ സ്ഥിരീകരണമാവുകയാണ്. അല്ലമീൻ എന്ന ബസ്സിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ദീപക് കയറിയിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണിത്. ഈ ബസ്സിൽ ഏതാണ്ട് 12:45 മണി സമയത്ത് രാവിലെ, അതായത് ഉച്ച സമയത്ത് ദീപക് കയറിയിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ദീപക് കയറുന്ന ദൃശ്യങ്ങളുമാണ് നമ്മൾ ആ കാണുന്നത്. വലിയ തിരക്ക് ആ ബസ്സിലുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. പുറകിലെ വാതിൽ വഴി ഒരുപക്ഷെ അദ്ദേഹത്തിന് കയറാൻ സാധിക്കാത്തത് കൊണ്ടാകാം മുൻവശത്തു കൂടിയാണ് ദീപക് ഈ ബസ്സിനകത്തേക്ക് കയറുന്നത്. അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ബാഗ് തൂക്കിയിട്ടതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം നേരെ ബസ്സിനകത്തേക്ക് കയറുന്നു. ഏറെ പ്രയാസപ്പെട്ടാണ് ബസ്സിനകത്തേക്ക് കയറുന്നത്. ശേഷം അല്പം പുറകിലേക്ക് അദ്ദേഹം നീങ്ങുന്നതും കാണാം. അത്രമാത്രമേ നമുക്ക് ഈ ദൃശ്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുള്ളൂ. റോഷ്നി, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തിരക്കുണ്ട്. ഈ മുൻവശത്തെ ക്യാമറയിൽ ഏതാണ്ട് മുൻഭാഗത്ത് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ മാത്രമല്ലാതെ അതിന് പുറകിലേക്കൊന്നും പതിഞ്ഞിട്ടില്ല. അതായത് രാവിലെ നമ്മൾ ഈ ബസ്സിലെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഒക്കെ പ്രതികരണം ശേഖരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞതും ഇക്കാര്യമാണ്. ഇതിൽ ഈ ദീപക് കയറുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പുറകിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് ആ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുമില്ല. അക്കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അതായത് ദീപക് ഈ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അല്ലമീൻ എന്ന് പറയുന്ന ബസ്സിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 ദീപക് കയറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി വേണ്ടത് റോഷ്നി, സ്വാഭാവികമായും ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരുടെയൊക്കെ മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ്. ബസ്സിലെ ജീവനക്കാരുടെയും ഒപ്പം ആ സമയത്ത് ഈ യുവതിയുടെയും യുവാവിനെയും ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവരുടെ കൂടി മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാകും. ഈ യുവതി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നം ഇയാൾ ചെയ്തിട്ടുണ്ടോ, ദീപക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. അങ്ങനെയുണ്ട് എങ്കിൽ അതിന് കൃത്യമായുള്ള ഒരു മൊഴി അത് ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ നൽകേണ്ടതുണ്ട്. പോലീസിന് ഈ CCTV ക്യാമറകൾ പരിശോധിച്ചാലും ഒപ്പം തന്നെ മറ്റ് വഴികളിലൂടെയും ഈ ഒപ്പമുണ്ടായിരുന്നവരെ കണ്ടെത്തുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള ഒരു ജോലിയായിരിക്കില്ല. ഏതായാലും പോലീസ് അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാലും ഈ ഒരു ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും. ആ ബസ്സിലെ തിരക്ക് നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നിലുള്ള ഡോറിലൂടെയല്ല, മുന്നിലുള്ള ഡോറിലൂടെ തന്നെയാണ് യുവാക്കളൊക്കെ കയറുന്നത്. ദീപക് കയറുന്നത് കാണാം. അതിന് പിന്നാലെ തന്നെ മറ്റു യുവാക്കളും കയറുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കും. മാത്രമല്ല, മറ്റ് സ്ത്രീകളോടും ദീപക് ഇത്തരത്തിൽ പെരുമാറിയതിനു ശേഷമാണ് താൻ വീഡിയോ ചിത്രീകരിച്ചതെന്ന് പരാതി ഉന്നയിച്ച യുവതി പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ആ ബസ്സിനകത്തുള്ള മറ്റുള്ള സ്ത്രീകളോടൊക്കെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ബസ്സിനകത്തുള്ള തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.